ഇത് മുന്നിൽ തന്നെ നമ്മുടെ വണ്ടി കേട്ടോ. ഹണീബിയാണ് മുന്നിൽ തന്നെ ഉള്ളത്. ഇതേ വോക്കൽ ടെസ്റ്റിംഗ് ഉള്ള നമ്മുടെ വണ്ടിയാണ്. എങ്ങനെയുണ്ട്? പൊളിയായില്ലേ? നമ്മളെ എൻട്രി മാരക എൻട്രി ആയില്ലേ? അതെ, നമ്മളെ എൻട്രി മാരകായി. മച്ചന്മാരെ നമസ്കാരം. ഞാൻ ദേ പാമ്പാടിയിലാണ്, അതായത് സെലക്ട്രിക്സ് സന്തോഷേട്ടൻ്റെ അടുത്തേക്ക് പോവാണ്. നമ്മൾ ലാസ്റ്റ് യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഹണീബിയുടെ വണ്ടി പ്രകാശിൽ നിന്ന്, ബാംഗ്ലൂർ പ്രകാശിൽ നിന്ന് ഡെലിവറി എടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്. ആ വണ്ടി പിന്നീട് നമ്മുടെ പാമ്പാടി സെലക്ട്രിക്സ് ഓഡിയോസിൽ വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മളിത് ഏകദേശം പാമ്പാടി എത്തിയിട്ടുണ്ട്. നമ്മളെ കൂടെ തന്നെ ഹണീബിയുടെ പാർട്ട്നേഴ്സിൽ ഒരാളായിട്ടുള്ള ഹരിയേട്ടൻ്റെ അനിയൻ കണ്ണനുണ്ട്. കണ്ണനാണ് ക്യാമറമാൻ കേട്ടോ. പിന്നെ നമ്മുടെ അജിത്തേട്ടുണ്ട്, ആലുവക്കാരനായിട്ടുള്ള അജിത്തേട്ടുണ്ട്. പാമ്പാടി സന്തോഷേട്ടൻ്റെ ഷെഡിലെത്തിയിട്ടോ. ഇതേ വണ്ടികൾ നിരന്നിട്ടുണ്ട്. തമിഴ്നാട് വണ്ടിയൊക്കെ ഉണ്ടല്ലോ. ഇതേ മുന്നിൽ തന്നെ നമ്മുടെ വണ്ടി കേട്ടോ. ഹണീബിയാണ് മുന്നിൽ തന്നെ ഉള്ളത്. ഇതേ വോക്കൽ ടെസ്റ്റിംഗ് ഉള്ള നമ്മുടെ വണ്ടിയാണ്. എൻ്റെ മോനെ എങ്ങനെയുണ്ട്? പൊളിയായില്ലേ? നമ്മളെ എൻട്രി മാരക എൻട്രി ആയില്ലേ? അതെ, നമ്മളെ എൻട്രി മാരകായി. വോക്കൽ ഗംഭീരമായില്ലേ? ഇനി ബാക്കി എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അച്ഛന്മാരെ നല്ല ബെസ്റ്റ് ടൈമിലാട്ടോ നമ്മളിവിടെ എത്തിയത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹണീബിയുടെ ആ ഒരു ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ആ ഒരു വോക്കൽ കാര്യങ്ങളൊക്കെ ഓണാക്കി ട്യൂണിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കറക്റ്റ് ടൈമിലായിരുന്നു നമ്മളിവിടെ എത്തിയത്. വരുമ്പോൾ തന്നെ ഇതോ അവിടെ ഒരു വണ്ടി കണ്ടു കേട്ടോ, ജോയ്സൺ എന്ന് പറഞ്ഞിട്ട്. ഇതോ അവിടെ തന്നെ ഒരു വണ്ടിയുണ്ട്. അതും നമ്മുടെ സന്തോഷേട്ടൻ്റെ ഈ സെലക്ട്രിക്സ് ഓഡിയോയ്ക്ക് വന്ന വണ്ടി തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഹണീബി ഉണ്ട്, ക്രൗൺ റോയൽ ഉണ്ട്, വെനമസ് ഉണ്ട്, പിന്നെ ഒരു തമിഴ്നാട് വണ്ടി ഉണ്ട്. തമിഴ്നാട് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വണ്ടിയാണ്. കാരണം അത് ഞാൻ പറയാം. അപ്പോൾ അച്ഛന്മാരെ ഇതാണ് നമ്മുടെ ചെക്കൻ. ഒരു ഒരു 2 ആഴ്ചയോളമായിട്ട് 2-3 ആഴ്ചയോളമായിട്ട് ഏകദേശം ഇവിടെ ഉണ്ട്. വർക്കിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹണീബിയുടെ ഓണറായിട്ടുള്ള നമ്മുടെ ഹരിയേട്ടൻ്റെ അനിയൻ തലയിട്ട് വെക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൃഷ്ണദാസ്. പുള്ളിയാണ് നമ്മുടെ ക്യാമറാമാനായിട്ട് ഇന്ന് നമ്മൾ ഇൻട്രോയിലൊക്കെ ക്യാമറാമാൻ വേണമായിരുന്നു കേട്ടോ, കണ്ണൻ. അപ്പോൾ വെനമസ് ഉണ്ട്, TTS ഉണ്ട്, ബാക്കിൽ വേറെ വണ്ടി കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വണ്ടിയിലെ വിശേഷങ്ങൾ എന്തായി ഒന്ന് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ കയറി വരുമ്പോൾ തന്നെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക, മൊത്തത്തിലൊന്ന് ഡിസോർഡറായി കിടക്കായിരിക്കും. അപ്പോൾ ഇതാണ് ക്യാബിലൊരവസ്ഥ. കണ്ടില്ലേ, ഇവിടെയൊക്കെ അക്രലിക്ക് കാര്യങ്ങൾ വരും. ഇവിടെ അക്രലിക്ക് ഉണ്ടാവും, ഇവിടെ അക്രലിക്ക് ഉണ്ടാവും. അക്രലിക്ക് വന്നിട്ട് അതിൽ പിക്സൽ വർക്ക്, നിയോൺ വർക്ക് കാര്യങ്ങളൊക്കെ വരും. ഇതുണ്ടല്ലേ, കൺട്രോൾ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എവിടുന്ന് വേണമെങ്കിലും സിമ്പിളായിട്ട് ഫോണിൽ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് സന്തോഷേട്ടൻ്റെ ആ ഒരു കാര്യം വരുന്നത്. അതായത് ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് വണ്ടിക്ക് അകത്തേക്കൊന്ന് കയറാം. ഇത് കണ്ടല്ലോ മച്ചന്മാരെ, സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്യൂണിങ്ങിൻ്റെ ടൈമായിരുന്നു. ആയിത്തേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ക്വാളിറ്റി? സൂപ്പർ സംഭവം, ഒന്നും പറയാനില്ല. കിഡു സാർ സബ് ഓണാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആകെ മുടിയൊക്കെ ഇടുന്ന് വർക്ക് ചെയ്യുന്നു. അതായത് ഇത് നമ്മുടെ ഹരിയാണ, ഇതാണ് നമ്മുടെ സബ് കേട്ടോ. സബ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വർക്കാണ് വെച്ചമാരെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ സന്തോഷേട്ടൻ്റെ ഒരു മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. വേറെ ലെവൽ ക്വാളിറ്റി അല്ലേ? സത്യം. അതെ, സൗണ്ട് ക്വാളിറ്റി വേറെ ലെവലാണ് വെച്ചമാരെ. കൺസേ എന്താ പറയുക, സൗണ്ടിനെ പറ്റിയിട്ട് എന്താ പറയുള്ളത്? ഒന്നും പറയാനില്ല, കിളി വെക്കുക. ഇത് ശരിക്കും പറഞ്ഞ മച്ചന്മാരെ, ഞങ്ങൾ ആ വന്നപ്പോൾ തന്നെ, ഞങ്ങൾ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, വന്ന് കയറുമ്പോൾ തന്നെ ആ ഒരു ട്യൂണിങ് ആയിരുന്നില്ലേ, സൗണ്ട് ചെക്കിങ് ആയിരുന്നു. അതെ, ആ ഒരു എക്സൈറ്റ്മെന്റ്, വരുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താ പറയാ, ഇതായിരുന്നില്ലേ? ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കിളി പോയി. സബ് എങ്ങനെ ഉണ്ട്? അതാണ് സബ് ഏതൊന്നും പറയണ്ടല്ലോ, ഒന്നും പറയണ്ട. എന്തായാലും അടിപൊളിയാണ് മച്ചന്മാരെ അവരെ എന്താ പറയാ സൗണ്ട് ക്വാളിറ്റി. അപ്പോൾ നമുക്ക് എന്തായാലും മൊത്തത്തിൽ ഇവിടുത്തെ ബാക്കി വണ്ടീൻ്റെ അപ്ഡേഷൻ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വണ്ടി ഇപ്പോൾ കുറച്ച് ഒരു 2 ആഴ്ചയോളമായിട്ട് മഴയൊക്കെ കൊണ്ട് കിടക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പൂപ്പൽ കാര്യങ്ങളൊക്കെ വന്നിട്ട് കണ്ടോ. ഒന്ന് വാഷ് ചെയ്താലേ ശരിക്കും ഒരു തലയെടുപ്പ് വരുള്ളൂ. ഇനി ഇതുണ്ടല്ലേ, ക്രൗൺ റോയൽ ഇവിടെ ഉണ്ട്. ക്രൗൺ റോയൽ ശരിക്കും നമ്മൾ വരുന്നതിനെക്കാട്ടി, അതായത് ഹണീബി വരുന്നതിനെക്കാട്ടി മുന്നേ വന്നിട്ടുണ്ട്. കഴിഞ്ഞ അതായത് ജൂലൈ 10-ാം തീയതി 11-ാം തീയതി കണ്ട് വന്നിട്ടുണ്ട് ക്രൗൺ റോയൽ. ഇപ്പോൾ ഈ വണ്ടി കണ്ടില്ലേ, ശരിക്കും ഒന്ന് വാഷ് ചെയ്താലേ ഒരു വൃത്തിയായി കിട്ടുള്ളൂ. അപ്പോൾ ഹണീബി ഇവിടെ ഉണ്ട്, ടീം സ്പാർട്ടൻസ് ഇവിടെ ഉണ്ട്, നമ്മുടെ വെനമസിൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ മച്ചന്മാരെ. ഇത് കണ്ടില്ലേ, വെനമസ് ZS3 ആണ് നമ്മുടെ വണ്ടീൻ്റെ അതേമാതിരി തന്നെ, അതായത് ഹണീബിൻ്റെ അതേമാതിരി ZS3 ആണ്. തൊട്ട് പുറകിൽ കുക്കൂസ് ഉണ്ട്, അതും ZS3 ആണ്. ക്രൗൺ റോയൽ പക്ഷേ Z1 ആട്ടോ. ക്രൗൺ റോയലിൻ്റെ സ്റ്റാഫ് ഇതേ വെനമസിനകത്തുണ്ട്. ഇത് ഹണീബിൻ്റെ സ്റ്റാഫ് അല്ലേ? അപ്പോൾ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സന്തോഷ്. സന്തോഷ്. സ്ഥലം എവിടെയാണ്? സ്ഥലം റാന്നി.
റാന്നിയിലെ ക്രൗൺ റോയലിന്റെ അല്ലേ? ക്രൗൺ റോയലിൻ്റെ. ചേട്ടനും ബ്രോന്റെ പേര് അർജുൻ അല്ലേ? രണ്ടുപേരും ക്രൗൺ റോയലിന്റെ ആണ്. ഞാൻ ഡ്രൈവർ, പുള്ളിക്കാരന് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഓക്കെ. അപ്പോൾ ക്ലീനർ ആയിട്ട് വരല് പ്രകാശ് എന്ന് പറയും. അവിടെ നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ ഇവിടെ ഓട്ടം പോയി 2 ബസ് ഉണ്ട്. 2 ബസ് ട്രാവലർ മറ്റേ സെഡോൺ തന്നെ. ഇനിയിപ്പോ എന്നാ ഇന്നൊന്നും ഇറങ്ങില്ല എന്തായാലും? ഇന്ന് ഇറങ്ങാൻ ചാൻസ് കുറവാണ്, നാളെ ഉള്ളു. ഓക്കെ, നമുക്ക് ക്രൗൺ റോയിൻ്റെ ഇന്റീരിയറിൽ ഒന്ന് കയറി വെക്കാം. ഞാൻ ആൾറെഡി പറഞ്ഞു വർക്ക് നടക്കായതുകൊണ്ട് ഏത്തേട്ടാ എന്താ പറയുന്നത്, സുഖമായിട്ടിരിക്കും. പുള്ളി ഇങ്ങനെ അന്തപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെലക്ട്രിക്സിലെ വിശേഷങ്ങൾ കണ്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് മച്ചാന്മാരെ നമ്മുടെ ക്രൗൺ റോയലിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ക്യാബിനിൽ ഇപ്പോൾ നമ്മുടെ പോലെ തന്നെ ആ ഒരു എന്താ പറയുക അക്രലിക് കാര്യങ്ങളൊക്കെ വരാണ്ട്, പക്ഷേ ആ ഒരു ഡിസൈനിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ. കാരണം സെറ്റ് ചെയ്തത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാണ് മച്ചാന്മാരെ ഇൻറ്റീരിയറിലൊരവസ്ഥ. അതായത് ഞാൻ ആൾറെഡി പറഞ്ഞു വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വയറ് കാര്യങ്ങളൊക്കെ വലിച്ചിട്ടിരിക്കുകയാണ്. സ്പീക്കർ ഇത് നമ്മുടെ സെയിം സ്പീക്കറാണല്ലോ, ലൈൻഡ്രേ സ്പീക്കർ കാര്യങ്ങൾ. സ്പീക്കർ 6 സ്പീക്കർ കാര്യങ്ങൾ. ബാക്കിൽ സബ് കാണാം. പിന്നെ ഇതിന് പിക്സൽ വരുന്നുണ്ട് കേട്ടോ മച്ചാന്മാരെ. അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു വണ്ടി, അതായത് നമ്മുടെ TTS ടീം സ്പാർട്ടൻസ്, തമിഴ്നാട് വണ്ടിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു എന്താ പറയുക, ഒരു പേഴ്സണലി കുറച്ചൊരു അറ്റാച്ച്മെൻ്റ് ഉള്ള വണ്ടിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഇതാണ് മച്ചാന്മാരെ. ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ടൈഗൂൺസ് എന്നും പറഞ്ഞിട്ട്. അതായത് ടൈഗൂൺസിൻ്റെ വാട്ടർമാർക്ക് കാര്യങ്ങൾ അടിച്ചിട്ടുള്ള തമിഴ്നാട് വണ്ടിയാണ്. ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു 2 വർഷം മുന്നേ സൗണ്ട് വർക്കും ലൈറ്റ് വർക്കും ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്ന നേരം, അതായത് ഇവിടെ നിന്നല്ലായിരുന്നു, വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ച വണ്ടിയായിരുന്നു. പക്ഷേ അന്ന് ചില കാരണങ്ങൾ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഹെവി വർക്ക് വണ്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്ന് അഴിച്ച് മൊത്തത്തിലൊന്ന് പണിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് 2 വർഷം മുന്നേ ആയിരുന്നു. കണ്ടോ, ക്യാബിനിലാണെങ്കിൽ പോലും ഹെവി വർക്ക്, നിയോണ് പിക്സൽ എല്ലാം കൂടി ചേർന്നിട്ടുള്ള വർക്കായിരുന്നു. നെയിം ബോർഡ് ഉള്ളിലേക്ക് വരുമ്പോൾ മൊത്തം എന്താ പറയുക, പിക്സൽ, നിയോണ്, പിന്നെ കുറേ ഗ്രാഫിക്സ്. ബാക്കിലാണെങ്കിൽ മൊത്തം സബ്. ഇത് പിന്നെ സബ്ബൊക്കെ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അത് മൊത്തം പണിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയ മൊത്തം സബ്ബായിരുന്നു, കണ്ടില്ലേ? ഓക്കെ, കണ്ടോ ബാക്കിൽ സ്പാർട്ടൻസിലുള്ള TTS ടീം സ്പാർട്ടൻസ് ആണ് പേര്. TTS ആണ് വണ്ടീൻ്റെ പേര്. പിന്നെ അതിൽ കൂടെ ടീം സ്പാർട്ടൻസും കൂടെ ചേർത്ത് പറയാം, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കൊള്ളാൻ വെച്ചാൽ പറയേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അയ്യോ ഇപ്പം തന്നെ വീടല്ലേ. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കൂടെ ഉണ്ട്. ഇത് കുക്കൂസിൻ്റെ വണ്ടി കേട്ടോ. ഇതും സെഡ് എസ്ത്രയാണ്. ഈ സൈഡിൽ മൊത്തം സെഡ് എസ്ത്രയാണല്ലോ. അതായത് ഹണീബി സെഡ് എസ്ത്ര, വെണ്ണമസ് സെഡ് എസ്ത്ര, കുക്കൂസും സെഡ് എസ്ത്ര. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താടാ, അത് Z1. അപ്പോൾ കുക്കൂസിൽ ശരിക്കും പറഞ്ഞാൽ വർക്ക് കാര്യമായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ മച്ചന്മാരെ. വണ്ടി മേ ബി വന്നിട്ട് 1-2 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ കർട്ടൻ കൊള്ളാലോ, ഒരു ഗോൾഡൻ കളർ കർട്ടൻ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കൂസിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. പക്ഷേ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല. സ്പീക്കർ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല കേട്ടോ. ബർത്തിൽ കാര്യമായിട്ടൊന്നും വർക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ മച്ചന്മാരെ നമ്മളിതാ സന്തോഷേട്ടൻ്റെ വീടിനെ അങ്ങോട്ട് വന്നിരിക്കട്ടോ. നമ്മുടെ വണ്ടികളൊക്കെ ദേ അവിടെ ഉണ്ട്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ, അതായത് ഇതാണ് സന്തോഷേട്ടൻ്റെ വീട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോക്കിയാൽ കാണാം. ഇവിടെ കുറേ എന്താ പറയുക വണ്ടികളുടെ കുറേ സാധനം, JBL ഉൾപ്പെടെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാം. പിന്നെ വണ്ടിയിലേക്ക് കയറ്റാനുള്ള സ്പീക്കർ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ ബോക്സൊക്കെ കാണാം. അക്രലിക് കാര്യങ്ങൾ, അതായത് അത് നമ്മുടെ വണ്ടിക്കുള്ള ഹണീബിക്കുള്ള അക്രലിക് കേട്ടോ. അത് സ്റ്റിക്കർ അടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇവിടെ എന്താ ആയിത്തട നടക്കണേ? ഇവിടെ വയറിങ് ഫ്രണ്ട് ക്യാബിന് ഡെക്കറേഷൻ ചെയ്യാനുള്ള. ആക്ച്വലി ഫ്രണ്ട് ക്യാബിനിക്കുള്ള, അതായത് ഹണീബി ആണല്ലോ. അപ്പോൾ ഹണീബിയുടെ ഡിസൈനിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിയോണ്, പിക്സൽ വർക്ക് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ക്യാബിനിൽ വരാനുള്ള വർക്കാട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ? ഇതിനകത്തൊക്കെ നിയോണ് വരും. ഈ ഒരു ഏരിയയിൽ ഈ ഗ്യാപ്പിലൊക്കെ പിക്സൽ വരും. അതാണ് പുള്ളി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഉണ്ടോ? സുബിൻ അല്ലോ ബ്രോൻ്റെ പേര്? അതെ. എന്താണ് കഴിയാറായ പരിപാടികളൊക്കെ? ഏറെക്കുറെ ഇനിയും കിടക്കുന്നുണ്ട് വേറെ. അതെ, ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാനുള്ളത്? ഇനി കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. ഇനി കുറച്ചെണ്ണം ഡിസൈൻ മാറിയിട്ടുണ്ട്, അത് ചെയ്യാൻ പോകും. അക്രലിക് അവർ പ്രിന്റ് എടുക്കാൻ പോയതാണ്. അങ്ങനെ മച്ചന്മാരെ നേരം 8 ആയിട്ടോ. 8 ആയി. വർക്കൊന്നും ആയിട്ടില്ല. അതായത് ഇവിടെ തകൃതിയായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തായി മോനെ കൃഷ്ണ, വർക്കൊക്കെ എന്തായി? നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും ക്ഷീണിച്ചു. അവസാനം മുതലാളി വരെ കളത്തേക്ക് ഇറങ്ങിയില്ലേ? വേറെ ഒന്നും കണ്ടല്ല. കാരണം എന്താ അക്രലിക് കട്ട് ചെയ്യാനൊക്കെ പോയതായിരുന്നു. അവസാനം അക്രലിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ അതിൽ നിയോണ് കാര്യങ്ങൾ കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുക അല്ലേ ഹരിയേട്ടാ? എന്ത് പറയണ്? മൈക്ക് അങ്ങോട്ട് പിടിച്ചു കൊടുക്കും. എന്ത് പറയാനാ, ഇന്ന് എന്തായാലും തീർത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. വേറെ ഒന്നല്ല, ഒത്തിരി ട്രിപ്പുകൾ വന്നത് ഇപ്പോൾ ഡേറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് അല്ലേ? പക്ഷെ അത് സ്വാഭാവികമാണ്. കാരണം ഇപ്പോൾ സന്തോഷമായിട്ട് നമുക്ക് നാട്ടിലെത്തിയിട്ട് പ്രധാനപ്പെട്ട ട്രിപ്പ് എടുക്കാണ്ട് അപ്പം എന്തായാലും തീർക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട്
നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ കളത്തിലിറങ്ങി. അതെ, ഇത് സംഭവം നൈസാട്ടോ. അപ്പോൾ തിരിച്ചു വെച്ചതാണ്. ഇതിൻ്റെ ഡിസൈൻ അടിപൊളിയാണ്. അത് ഒരു ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് ആ ഡിസൈൻ കാണിച്ചു തരാം. ഇത് ഏറ്റവും ബാക്കിൽ പഞ്ച് ബോക്സിൻ്റെ അവിടെ വരണ്ട അല്ലേ ഈ സാധനം? അതെ, പഞ്ച് ബോക്സിൻ്റെ അവിടെ വരുന്നത്. ഓക്കെ, നമ്മുടെ സന്തോഷേട്ടൻ വണ്ടിയിലുണ്ട്. പുള്ളി ഫ്രണ്ടിലെ ക്യാബിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്യൂണിങ് കാര്യങ്ങൾ, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ ലേറ്റിൻ്റെ കുറച്ച് പരിപാടികളാണ് അല്ലേ? അതെ. എങ്ങനെയുണ്ട് ട്യൂണിംഗ് ഒക്കെ കഴിഞ്ഞ് സബിൻ്റെ എല്ലാ കാര്യങ്ങളും സൗണ്ട് വർക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, വേറെ ലെവൽ സാധനം. ഒരു രക്ഷ പവറില്ലല്ലോ, ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു എനർജി അത് വേറെ ഒന്നല്ല. രാവിലെ മുതൽ അലഞ്ഞിരിഞ്ഞ് നടക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം മൊത്തത്തിലുണ്ട്. ഏതേട്ടാ എന്താ അവസ്ഥ? പെരുമ്പണിയില്ല. ഇലക്ട്രിക്കൽ അറിയാൻ പാടില്ല ചെയ്തു തുടങ്ങി. അയച്ചാറിന് വേറെ വിഷയമുണ്ട്. അയച്ചാറിന്റെ കക്കൂസിന് വാതില് കിടക്കാം പോയില്ല. പുള്ളി വീണ്ടും പോകണം തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, കണ്ണൻ ക്ഷീണിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷേട്ടൻ വരുന്നുണ്ട്. സന്തോഷേട്ടൻ ക്ഷീണിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ ഓട്ടാണ് അല്ലേ സന്തോഷേട്ടാ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം കഴിയില്ല വണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ വണ്ടി തന്നെ അക്രലിക് കാര്യങ്ങളാണല്ലോ അല്ലേ? ഇങ്ങനെ കുറച്ച് ചില്ലറ പൊടി ഇറക്കം കൂടി ഉള്ളൂ അല്ലേ? വേറെന്താ വിശേഷമൊക്കെ? വളരെ സുഖം, നല്ല തിരക്ക്. ഇപ്പോൾ ആൾറെഡി ഒരു തമിഴ്നാട് വണ്ടി ഉണ്ട്, വേറെ 3 വണ്ടി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും വരാണ്ടോ? ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരുമല്ലോ അല്ലേ? നമ്മുടെ ഹോം തിയേറ്ററൊക്കെ എന്തായി? വണ്ടികളുള്ളപ്പോൾ പിന്നെ അതിലേക്ക് നോക്കാൻ പറ്റില്ലല്ലേ? ഓക്കെ, എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ അച്ഛന്മാരെ സമയം ഇപ്പോൾ ഇത് ഏകദേശം 9:30 വർക്ക് എന്തായെന്ന് ചോദിച്ചാൽ ക്യാബിലെ വർക്കും തീർന്നിട്ടില്ല. എന്തായാലും നാളെ നേരം വെളുക്കുണ്ടാവില്ലടാ കണ്ണൻസേ? നേരം വെക്കും. എന്താണ് നേരം വെളുക്കും. അപ്പോൾ കൊണ്ടുപോകും ഞങ്ങൾ വണ്ടി എന്തായാലും കൊണ്ടുപോകും. വണ്ടി കൊണ്ടുപോകും. എത്ര നേരം വൈകാൻ വേണ്ടില്ല വണ്ടി കൊണ്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ എങ്ങനെയാണല്ലോ വണ്ടി കൊടുത്ത് പോകാൻ പറ്റില്ലല്ലോ. മാത്രമല്ല കുറേ ഓട്ടം മാറ്റി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടേതായിട്ടുള്ള കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലാഗ് ഉണ്ടാവും, നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ക്യാബിൽ നോക്കുമ്പോൾ അച്ഛന്മാരെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഹണിബീയുടെ ആ ഒരു നിയോണ് കാര്യങ്ങൾ തല തിരിഞ്ഞ് ശരി ഇങ്ങനെയുള്ളല്ലേ ഹണിബീയുടെ നിയോണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബോർഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ പിക്സലാട്ടോ. ഇത് ഓണാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ അതിന് കുറച്ച് സമയം കൂടി എടുക്കും. കാരണം ആൾറെഡി നേരം വൈകിട്ടുണ്ട്, നമുക്ക് പോകാൻ നേരമായിട്ട് നാളെ വർക്കുണ്ട്. അപ്പോൾ അവിടെ കണ്ടില്ല, അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ അക്രലിക്ക് വരാണ്ട്, അവിടെ അക്രലിക്ക് വരും, ഇതിൻ്റെ മേലെ കൂടെ അക്രലിക്ക് വരും. അതും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എല്ലാം കൂടി ഇപ്പോൾ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ എടുക്കുമ്പോൾ അല്ലേ കാണിക്കൊന്നും ഉണ്ടാവില്ല അല്ലേ? കാരണം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഒരു വർക്കിംഗ് വീഡിയോ, ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് സൗണ്ട് എന്തായാലും വേറെ ലെവൽ സാധനം വെച്ചാൽ മതി. കാരണം ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ ഇമ്പ്രസ്ഡ് ആയി അല്ലേ ഏത്തേട്ടാ? 100%. അതെ, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയണ്ടോ? ഇതാണ് നമ്മുടെ പൊളിക്കും എന്താ എന്താ പറയുക? പൊളിക്കും എടുക്കും ഞങ്ങൾ. പൊളിക്കും അതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മച്ചന്മാരെ പറയാനുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒന്നും വെക്കണം, ബെല്ലൈക്കൺ അടിച്ചങ്ങോട്ട് പൊട്ടിക്കുക. സോ മച്ചന്മാരെ, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ്.